ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു fezuskitchen. ഇന്ന് നമുക്ക് ജിഞ്ചർ പൗഡർ ഉണ്ടാക്കുന്നത് നോക്കാം. ബ്രോസ്റ്റഡ് ചിക്കനൊക്കെ ഉണ്ടാക്കിയപ്പോൾ ഞാൻ അതിലേക്ക് ജിഞ്ചർ പൗഡറൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ നമുക്ക് വളരെ സിമ്പിളായി തന്നെ വീട്ടിൽ റെഡിയാക്കാം. അപ്പോൾ ഇതിന് വേണ്ടി ഞാൻ കുറച്ച് ഇഞ്ചി എടുത്തിട്ടുണ്ട്. 500 ഗ്രാമാണ് എടുത്തിട്ടുള്ളത്. ഇഞ്ചിക്ക് അങ്ങനെ പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല കേട്ടോ. അപ്പോൾ ആദ്യം നമുക്കിതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ചെറുതായി ഒന്ന് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്യുമ്പോൾ കനം കുറച്ച് കട്ട് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും. ഇതിപ്പോൾ ഞാൻ വെയിലത്ത് വെച്ചിട്ടാണ് ഉണക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു തളികയിലോട്ട് മാറ്റാം. ഇപ്പോൾ ചിലരെങ്കിലും വെയിലത്ത് വെച്ചിട്ട് ഉണക്കാൻ ബുദ്ധിമുട്ടുള്ളവർ കാണും. അങ്ങനെയുള്ളവർക്ക് ഓവനിൽ വെച്ചിട്ട് ഉണക്കിയെടുത്താലും മതി. ഞാൻ ഇതിന് മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്ന പാപ്രിക്ക പൗഡറിൻ്റെ വീഡിയോയിൽ ഓവനിൽ വെച്ചിട്ടാണത് ഉണക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ആ വീഡിയോ കണ്ടാലും ഓവനിൽ വെച്ചിട്ട് ഉണക്കുന്നത് മനസ്സിലാകും. നല്ല വെയിലൊക്കെ ഉള്ള സമയമാണെങ്കിൽ 3-4 ദിവസം കൊണ്ട് തന്നെ നമുക്കിത് നന്നായി ഉണങ്ങി കിട്ടും. അപ്പോൾ ഞാനിത് ഉണക്കിയിട്ട് കാണിക്കാം. ഇപ്പോൾ ദേ ഇഞ്ചിയൊക്കെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ നന്നായി ഉണങ്ങി കിട്ടണം. അല്ലാതെ നമ്മൾ പൊടിച്ച് സൂക്ഷിച്ച് വെച്ചാൽ പെട്ടെന്ന് ചീത്തയായി പോകും. അപ്പോൾ നമുക്കിനി ഇത് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ടിട്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇത്രയുള്ള സംഭവം. നമ്മുടെ ജിഞ്ചർ പൗഡർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നന്നായി പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബോട്ടിലിൽ അടച്ച് സൂക്ഷിച്ച് വെച്ചാൽ മതി. അപ്പോൾ ഇതുപോലെ തന്നെയാണ് ഗാർലിക് പൗഡറും റെഡിയാക്കി എടുക്കുന്നത്. അതിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് വളരെ സിമ്പിളായി തന്നെ വീട്ടിൽ റെഡിയാക്കി എടുക്കാം. കടയിൽ നിന്നൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ നമുക്കിനി അടുത്തൊരു അടിപൊളി റെസിപ്പിയുമായി വീണ്ടും കാണാം. Thank you.